എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും? അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്ത് കേട്ടോ. നേരത്തെ എനിക്ക് വീഡിയോ ഞാൻ 10 മിനിറ്റിന് മേലെ കൂടുതലുള്ള വീഡിയോ എടുത്ത്, പക്ഷേ അമ്പലത്തിലെ പാട്ടും ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ആ വീഡിയോ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും എടുക്കുകയാണ്. ഇപ്പോൾ പാട്ടൊക്കെ നിർത്തിയിട്ട് അവിടെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഒരു കുടുംബക്ഷേത്രത്തിലെ അവിടെ കൊടുതി ഉത്സവവും തുള്ളലും കാര്യവും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു 10 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ എടുത്തതായിരുന്നു. ഇട്ടിട്ട് നോക്കിയപ്പോഴത്തേക്ക് പാട്ടുകൾ കയറി വരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയത്. നിങ്ങൾ നോക്കണം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ നമ്മൾ ഫോണിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് സംസാരിക്കുമ്പോണ്ടല്ലോ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല സുഹൃത്തുക്കളെ. ചില സമയത്ത് കിട്ടുന്ന വാക്കുകൾ നമുക്ക് പിന്നെ കിട്ടത്തില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നില്ല. അന്നേരം എന്തൊക്കെയോ ഫോൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഇപ്പം അതെല്ലാം പോയി. ഇതാണ് ഞാൻ പറയണം, മനസ്സെന്ന മായാജലം പല നേരവും പല ചിന്തകളിലൂടെ കടന്നു പോകും. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും അല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ വരുന്നത്. എന്താ പറയുക, അന്നേരം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ പോട്ടെ, പോയതൊക്കെ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് യൂട്യൂബിനെ കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്. പലർക്കും യൂട്യൂബ് എന്നൊരു സംഭവം കേൾക്കുമ്പം ഭയങ്കര ആക്ഷേപമാണ് കേട്ടോ. പലർക്കും യൂട്യൂബ് എന്നൊരു സംഭവം കേൾക്കുമ്പം ഭയങ്കര ആക്ഷേപമാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ കാരണം എന്ന് എനിക്ക് ചോദിച്ചാൽ, യൂട്യൂബറോ എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പുച്ഛമാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, യൂട്യൂബ് എന്നൊരു സംഭവം എല്ലാം നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മറ്റുള്ള എല്ലാ ആപ്പുകൾ പോലുള്ളൊരു സംഭവം തന്നെയാണ് യൂട്യൂബും. യൂട്യൂബിനെ നിങ്ങൾ പുച്ഛിക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൽ വരുന്ന ആൾക്കാരെ പുച്ഛിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് പോലെ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പോലെ, ഇൻസ്റ്റ ഉപയോഗിക്കുന്നത് പോലെയുള്ളൊരു സംഭവമാണ് നമ്മുടെ യൂട്യൂബ്. പിന്നെ വഴി തെറ്റണവർക്ക് യൂട്യൂബ് തന്നെ വേണമെന്നില്ല. ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ സംഭവമായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ മാന്യമായിട്ട് കുടുംബവും ഉള്ള നമ്മളൊക്കെ തന്നെയാണ്. നമ്മളിതിൽ വന്ന് വഴിതെറ്റാൻ വേണ്ടിയിട്ട് വരുന്നതല്ല. പിന്നീട് ഞാൻ പറഞ്ഞില്ല, നേരെ എന്തൊക്കെയോ എൻ്റെ മനസ്സിലൂടെ വന്ന് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നമ്മൾ മാന്യമായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നു, നമ്മൾ മാന്യമായിട്ട് കുടുംബമായിട്ടൊക്കെ പോകുന്ന നമ്മളാണ്. അപ്പം നമ്മളെ പലർക്കും നമ്മളോട് ആക്ഷേപമാണ്, പുച്ഛമാണ്. പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ, ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ. ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ ആക്ഷേപിച്ചാലും, ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നമ്മളെ കുത്തിപ്പറഞ്ഞാലും, യൂട്യൂബ് നമ്മളെ അംഗീകരിക്കുന്നിടത്തോളം കാലം നമ്മൾ യൂട്യൂബിൽ വരുന്നതായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. നമ്മൾ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കാണട്ടെ, ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ. ഇപ്പോൾ യൂട്യൂബിൽ വന്നാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത്, നമ്മൾ യൂട്യൂബ് നമ്മളെപ്പോലെ പിന്നെ ചാനൽ നടത്തുന്നവരായിട്ട് കൂട്ടുകൂടുക. നമ്മളെപ്പോലെ യൂട്യൂബ് ചാനൽ നടത്തുന്നവരായിട്ട് കൂട്ടുകൂടുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായ്മയോടെ അവരെ വീഡിയോസ് കാണുക, ഇങ്ങോട്ട് കാണുക, അങ്ങോട്ട് കാണുക, സബ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അപ്പം നമുക്ക് കൂട്ടായ്മ കൂടും. ആരും പുറത്തുള്ള ആരും നമ്മളെ വീഡിയോസ് കണ്ടില്ലെങ്കിലും നമ്മളായിട്ട് സൗഹൃദം കൂടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുള്ളൊരിതുണ്ടല്ലോ, പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെയൊക്കെയാണ്. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല സുഹൃത്തുക്കളെ. ഞാനൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ വരുമെന്ന് യാതൊരു ഇതും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ യൂട്യൂബിൽ ഞാനൊക്കെ ഫോൺ വാങ്ങിച്ച സമയത്ത് എനിക്കിതിൻ്റെ ഒരു ABCD എനിക്കറിയത്തില്ല. ഫോണിനെക്കുറിച്ച് യാതൊരു ABCD എനിക്കറിയില്ല. എൻ്റെ മക്കൾ ഫോൺ വാങ്ങിയ സമയത്ത് കോൾ മാത്രമേ എനിക്ക് വിളിക്കറിയാം. മക്കൾ യൂട്യൂബ് എന്ന ആപ്പ് എടുത്തിട്ടേന്ന് നമ്മൾ സമയം കിട്ടുമ്പോൾ യൂട്യൂബിലോട്ട് കയറും, പാട്ടുകൾ കാണും, സീരിയൽ കാണും. പിന്നെ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിലാണ് നമ്മളെപ്പോൾ വാക്കുകൾ പറയുന്നത്, ചില 4-5 വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പൊട്ടത്തരം വീഴും. ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ യൂട്യൂബിലോട്ട് വന്നത്. വരാൻ കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കളെ ഇവിടെ സ്ഥലത്തില്ലായിരുന്ന സമയത്ത് എൻ്റെ പേരക്കുട്ടി ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയ ശേഷമാണ് ഇളയാളും കൂടെ വന്നത്. മൂത്ത കുഞ്ഞൊക്കെ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് കുഞ്ഞിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മക്കളെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയൊരു സംഭവമാണ് കേട്ടോ. അതിപ്പോൾ തുടങ്ങി നമ്മളതിൽ സീരിയസ് ആണ് കേട്ടോ. അന്ന് നമ്മൾ നേരം പോക്കിന് തുടങ്ങിയതാണെങ്കിൽ ഇന്ന് നമുക്കത് ഒരു സീരിയസ് ആണ്. നമുക്കിതിനെക്കുറിച്ചൊരു AI എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നമ്മളെ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ വീഡിയോസ് 10 പേര് കാണണം, അവർ നമുക്ക് 10 ലൈക്ക് തരണം, 10 സബ് തരണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലൂടെ തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇട്ട് പോകുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സമയമില്ല. നമ്മളെ പോലുള്ളവരെ കൂടെ നമുക്ക് പോയി കൂട്ടുകൂടാനുള്ള സമയവും കാര്യമൊന്നുമില്ല. അപ്പം നമ്മളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ കാണുന്നെങ്കിൽ കാണട്ടെ, കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ,
കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്കും ഇപ്പം ഇതൊക്കെ ആഗ്രഹങ്ങൾ കൂടിയിട്ടുണ്ട്. നമുക്കിതിൽ 10 പേര് കാണണമെന്നും ഇതിൽ നിന്ന് 10 രൂപ വരുമാനം കിട്ടണമെന്നും പിന്നെ എന്നൊക്കെ ഉള്ളൊരാഗ്രഹം. നമ്മൾ കഷ്ടപ്പെടുന്നതല്ലേ, ആരായാലും എത്ര കോടിക്കണക്കിന് ഉള്ളവരായാലും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ 10 രൂപ നമുക്ക് അധ്വാനിക്കണമെന്നൊരാഗ്രഹമില്ലേ. നമുക്ക് കോടിക്കണക്കിന് ലക്ഷക്കണക്കിനൊക്കെ വരുമാനം ഉണ്ടായിക്കൊണ്ട് പോട്ടെ. നമ്മളൊരു ജോലി ചെയ്യുമ്പോഴോ ഒരു ബിസിനസ് ചെയ്യുമ്പോഴോ അതിൽ നിന്നൊരു 10 രൂപ നമ്മൾ അധ്വാനിക്കുന്നതിന് പിന്നെ കിട്ടണമെന്നുള്ളൊരാഗ്രഹമില്ലാത്ത ആരെയുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ദൈവകൃപയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് 10 രൂപ വാങ്ങാം, നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാം. ഇനി വാക്കുകൾ ഇങ്ങനെ മാറി മാറി മൈൻഡുകൾ മാറി, നേരത്തെ വീഡിയോ എടുത്തിട്ട് ആ ഒരു മൈൻഡ് ഇങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് പറയുന്നുള്ളത് യൂട്യൂബ് ഉള്ളവരോട് ആരും പുച്ഛിക്കാതിരിക്കുക, ആക്ഷേപിക്കാതിരിക്കുക. നിങ്ങളെയൊക്കെ പോലെ നമ്മൾ മാന്യമായിട്ട് കുടുംബമൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മളിതിൽ സൗഹൃദം കൂടി നമുക്ക് കുറേ പേരുണ്ട് കേട്ടോ. ഞാനൊക്കെ ആദ്യമൊക്കെ വീഡിയോസ് ഇട്ട സമയത്ത് ഇങ്ങനെ നമുക്കങ്ങനെ നമ്മൾ വീഡിയോസ് ഇട്ട് പോകും. നമുക്ക് ആരെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരോടും കൂട്ടുകൂടും. പിന്നെ നമ്മൾ ലൈവൊക്കെ വന്നതിന് ശേഷം നമുക്കതിൽ കുറച്ച് മക്കളുമാരെയും ചേച്ചിമാരെയും സഹോദരങ്ങളെയൊക്കെ കിട്ടിയത്. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പിന്നെ എല്ലാവരും നമ്മൾ ലൈവ് വരുന്ന സമയത്തായാലും വീഡിയോസ് ഇടുന്നതിൽ അവരെയൊക്കെ ഓടി വന്ന് കാണണം. നിങ്ങളൊക്കെ നമ്മുടെ ലൈവിൽ ഞാൻ വരുമ്പോഴൊക്കെ ഓടി വരണമെന്നുള്ള പിടിവാശിയൊന്നും നമുക്ക് പാടില്ല. എല്ലാവരും അവരുടേതായ തിരക്കുകളും അവരുടേതായ പിന്നെ കാര്യങ്ങളായിട്ട് എല്ലാവരും ബിസിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടേ പറ്റുള്ളൂ, നിങ്ങളെല്ലാവരും എൻ്റെ ലൈവ് കണ്ടേ പറ്റുള്ളൂ എന്ന പിടിവാശിയൊന്നുമില്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് സമയം കിട്ടുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യട്ടെ. നമ്മൾ ലൈവ് വരുന്ന സമയത്തായാലും അവരൊക്കെ ഫ്രീ ടൈമാണെങ്കിൽ അവർ കയറട്ടെ. ഇല്ലാത്തവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഏതെങ്കിലും കോടാനും 1ഉം 2ഉം പേരും കൊണ്ടുള്ള ആൾക്കാരല്ലല്ലോ, കോടി ആൾക്കാർ കാണുന്നൊരു സംഭവമൊക്കെയാണേ ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത്. അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലുമൊക്കെ ഇതിൽ കയറുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ഒരാളും 2 പേരും അല്ല യൂട്യൂബിലുള്ളത്, കോടി ആൾക്കാർ കാണുന്നൊരു സംഭവമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകണവർ പോട്ടെ. എന്നാലും എനിക്ക് വിഷമമില്ല. നമ്മളെ യൂട്യൂബ് എന്നൊരു സംഭവം നമ്മളെ അംഗീകരിക്കുന്നിടത്തോളം കാലം നമ്മളിതിൽ വീഡിയോസ് ഇട്ട് ഇതിൽ കൂടെ പോകുന്നതായിരിക്കും. വീഡിയോസ് ആയാലും ലൈവായാലും ഷോർട്ടായാലും ഒക്കെ നമ്മളിട്ട് പോകുന്നതായിരിക്കും. കാണുന്നവരും കേൾക്കുന്നവരൊക്കെ നമ്മൾ കാണട്ടെ. എന്തായാലും 10 പേര് കണ്ടാലും നമ്മളിതിന് പിന്മാറുന്ന ഇതില്ല കേട്ടോ. ഇതിൽ പിന്മാറുന്ന ഇതില്ല. 10 പേരാണ് നമ്മുടെ ലൈവിൽ വന്നാലും 10 പേരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിലും ഞാൻ പിന്മാറത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നമ്മുടെ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നേരത്തെ ഞാൻ ഒരു വട്ടം വീഡിയോ എടുത്തതാണ്. പിന്നെ എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊരു പേടി. കോപ്പിറൈറ്റ് എങ്ങനെ വന്നാൽ അങ്ങനെ ഒരുപാട് കോപ്പിറൈറ്റ് വന്ന് പോകുകയാണ്. അതുകൊണ്ടൊരു പേടിച്ചിട്ട് വീണ്ടും റിസ്ക് എടുക്കാൻ മടിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് പിന്നീട് പാട്ട് നടത്തിയതിന് ശേഷം ഞാൻ വന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പാട്ട് കേട്ടോണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്തോ പാട്ട് എനിക്ക് ഒരു ഡിപ്രഷൻ, ഒരു അലർജി, എന്തോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ വീഡിയോസ് ലൈവൊക്കെ വരുന്നതുകൊണ്ടാണ് ഇപ്പം അമ്പലത്തിൽ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഡിപ്രഷനാ, ഒരു ബുദ്ധിമുട്ട്, എന്തോ എന്താ പറയുക, നമുക്കൊരു വല്ലാത്തൊരു ഇടങ്ങേറ് തോന്നണത്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീഡിയോസ് ഇട്ട് വന്ന ഞാനാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെയൊക്കെ മുമ്പൊക്കെ നമ്മൾ അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്ത് ഒരാഴ്ചയ്ക്ക് മുന്നേ റേഡിയോ സെറ്റൊക്കെ കൊണ്ട് കിട്ടുമല്ലോ. അപ്പോഴൊക്കെ ആ സമയത്ത് മനസ്സിൽ ഒരു കുളിർമഴയാണ്. ട്യൂബൊക്കെ കൊണ്ട് കെട്ടി ഇങ്ങനെ പിന്നീട് പാട്ടൊക്കെ സെറ്റൊക്കെ കൊണ്ട് വെക്കുമ്പോഴേ ഒരു കുളിർമഴയാണ്. പാട്ടൊക്കെ കേൾക്കാമല്ലോ, അമ്പലത്തിൽ ഉത്സവമായല്ലോ എന്നൊക്കെ. ഇപ്പം ആ മൈൻഡ് അങ്ങ് മാറി. പിന്നെ എന്നിട്ട് അത് അഴിച്ചിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിറ്റേന്ന് വന്ന് ഇവരൊക്കെ ഇത് അഴിച്ച് മാറ്റണം കാണുമ്പോണ്ടല്ലോ നെഞ്ചിലൊരു വിങ്ങലാണ്. അയ്യോ ഉത്സവം കഴിഞ്ഞ് പോയല്ലോ എന്നൊരു വിങ്ങലാണ്. പിന്നെ അന്നൊക്കെ അതൊരു കാലമാണേ. അതൊരു കാലമാണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ വർഷങ്ങൾ ചെല്ലുന്തോറും നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ നമ്മുടെ മൈൻഡുകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ഇരിക്കും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക്. മൈൻഡും ചിന്തകളും ബോഡികളും നമ്മുടെ ഇതായ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എത്ര മിനിറ്റ് ആയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ കാണുന്നവർ കാണുക, കേൾക്കുന്നവർ കേൾക്കുക, ഇല്ലാത്തവരങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ശുഭരാത്രി, സുഖനിദ്ര.